الحمد لله الذي هدانا. الدورة 21 لجائزة دبي الدولية للقرآن الكريم. لو أنزلنا هذا القرآن على جبل لرأيته خاشعا متصدعا من خشية الله. محاضرات وندوات. مسابقة دبي الدولية للقرآن الكريم. جائزة الشخصية الإسلامية من 1 وحتى 20 من رمضان لعام 1438 للهجرة. كونوا معنا. അല്ലാഹുവാണ് ഞങ്ങളുടെ റബ്ബെന്ന് പറഞ്ഞവർ, അതിനനുസരിച്ച് കൃത്യമായി ജീവിതത്തെ കൊണ്ടു നടന്ന മുഴുവൻ ആളുകളും ആ വിശ്വാസികളായ ജനങ്ങളുടെ അവരുടെ ആത്മാവിനെ പിടിക്കാൻ വേണ്ടി മലക്കുകൾ വരുന്ന നേരത്ത് ആ മലക്കുകൾ മുഅ്മിനീങ്ങളോട് പറയുകയാണ്, പേടിക്കണ്ട, സങ്കടപ്പെടണ്ട, സ്വർഗത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകാനാ ഞങ്ങൾ വന്നത്. നഹ്നു ഔലിയാഉകും ഫിൽ ഹയാത്തിദ് ദുനിയാ വഫിൽ ആഖിറ വലക്കും ഫീഹാ മാ തശ്തഹി അൻഫുസുകും വലക്കും ഫീഹാ മാ തദ്ഉൻ നുസുലം മിൻ ഗഫൂരിർ റഹീം. പുറപ്പെട്ടോളൂ അല്ലാഹുവിന്റെ അടുക്കലേക്ക്. ഞങ്ങൾ മലക്കുകൾ, പേടിക്കണ്ട, നിങ്ങളുടെ മിത്രങ്ങളാണ്. ദുനിയാവിൽ നിങ്ങളുടെ കൂടെ ഞങ്ങൾ ഉണ്ടായിരുന്നു, ആഖിറത്തിലും നിങ്ങളുടെ റബ്ബിന്റെ കോടതിയിൽ സ്വർഗത്തിലേക്ക് നയിക്കാൻ ഞങ്ങളും കൂടെയുണ്ടാകും. വലക്കും ഫീഹാ, നിങ്ങൾക്ക് ആ സ്വർഗത്തിൽ കിട്ടാൻ പോകുന്നു. മാ തശ്തഹി അൻഫുസുകും, നിങ്ങൾ ആഗ്രഹിക്കുന്നത് മുഴുവനും അവിടെ കിട്ടാൻ പോകുന്നു. വലക്കും ഫീഹാ മാ തദ്ഉൻ നുസുലം മിൻ ഗഫൂരിർ റഹീം. പരമകാരുണികനായ എല്ലാം പൊറുക്കുന്ന നാഥന്റെ വിരുന്ന് സൽക്കാരത്തിലേക്ക് പുറപ്പെട്ടോളൂ. യാ അയ്യത്തുഹൻ നഫ്സുൽ മുത്മഇന്ന ഇർജിഇ ഇലാ റബ്ബികി റാദിയതൻ മർദിയ ഫദ്ഖുലി ഫീ ഇബാദി വദ്ഖുലി ജന്നതി. ആ സന്തോഷം കേട്ടുകൊണ്ട് മരിക്കാൻ അല്ലാഹുവേ, സാധുക്കളായ ഞങ്ങൾക്ക് നീ തൗഫീക്ക് തരണം റഹ്മാനേ. ഈ പാതിരാവിൽ അള്ളാഹു നമ്മുടെ ദുആ കബൂൽ ചെയ്യുമാറാകട്ടെ. സഹോദരങ്ങളെ, അള്ളാഹനെ കാണാനുള്ള പുറപ്പാടിന്റെ 1-ാം തീയതി, റബ്ബിനെ നോക്കിക്കാണാനുള്ള പുറപ്പാടിന്റെ 1-ാം തീയതി മുഅ്മിനീങ്ങൾക്ക് തിടുക്കമാണ്. അള്ളാഹുവിൽ വിശ്വസിച്ച മുവഹിദുകൾക്ക് വളരെ തിടുക്കമാണ്. അതിന്റെ അടുക്കൽ ഒന്നെത്താൻ എത്രയാണിനി താമസം എന്നവര് വല്ലാതെ കൊതിക്കുന്ന നേരം, അതേ അവസരത്തിൽ മറുവശത്ത് നോക്ക്, റബ്ബ് പറഞ്ഞതുപോലെ ജീവിച്ചില്ല, ഖുർആൻ എന്താണെന്ന് പഠിച്ചില്ല, ഖുർആനിലെ ആശയങ്ങളെ ചെവി കൊടുത്തില്ല, അത് പഠിക്കാൻ വേണ്ടി വിളിക്കുന്ന വേദികളിലേക്ക് തിരിഞ്ഞു നോക്കിയില്ല. ജീവിതത്തിന്റെ ആവശ്യമായ പലതും പഠിച്ചോ, പലതും മനഃപ്പാഠമാക്കി, പക്ഷേ ഖുർആനിനോട് മാത്രം അടുത്തില്ല, അതിന്റെ അർത്ഥം ഗ്രഹിച്ചില്ല, അതിന്റെ ആശയം ഗ്രഹിച്ചില്ല, അതിന്റെ പരമപ്രധാനമായ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു തൗഹീദിന്റെ ആശയം അവൻ ചെവിക്കൊണ്ടില്ല. താൻ തോന്നി ഈ ഒരു വിശ്വാസം മനുഷ്യന്റെ മനസ്സിലുണ്ടെങ്കിൽ അവന് ചോദിക്കാൻ എന്തിനാ ഇടയാളന്മാർ? റബ്ബിനോട് ചോദിച്ചാൽ റബ്ബിന്റെ അത്ര സ്നേഹമുള്ള ഒരു ശക്തി ലോകത്ത് വേറെയില്ലെങ്കിൽ, അവന്റെ അത്ര കരുണ ചൊരിയുന്ന ഒരു കരുണാനിധി ലോകത്ത് വേറെയില്ലെങ്കിൽ, ആ റബ്ബിനോട് നേരിട്ട് ചോദിക്കാൻ പ്രിയ സഹോദരാ സഹോദരി നമ്മൾ എന്തിനു മടിച്ചു നിൽക്കണം? അവനെപ്പോലെ കരുണ ചെയ്യുന്നവർ വേറെയില്ലല്ലോ. ഏത് കൊടുംഭാവിക്കും അവന്റെ അടുക്കലേക്ക് കയറി ചെല്ലാമല്ലോ. കരുണ ചൊരിയുന്ന നാഥൻ അതേ ഈ മാസത്തിലെന്ന് മാത്രമല്ല എല്ലാ സന്ദർഭങ്ങളിലും അവൻ
നമ്മോട് പറയുന്നുണ്ട്. നബി തങ്ങളോട് പറയുന്നു, ഓ നബിയെ പറയൂ, കുൽ, ഓ പ്രവാചകരെ പറയൂ, യാ ഇബാദിയല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം ലാ തഖ്നതു മിർ റഹ്മത്തില്ലാഹ് ഇന്നല്ലാഹ യഗ്ഫിറുദ് ദുനൂബ ജമീഅ. ഓ നബിയെ പറയൂ, യാ ഇബാദിയല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം. പരിശുദ്ധ റമദാനിൽ അല്ലാഹു നമ്മോട് ഏറ്റവും വലിയ കരുണ ചൊരിഞ്ഞു തരുമാറാകട്ടെ. സഹോദരങ്ങളെ, സാധുക്കളായ പാപികളായ നമ്മൾ അല്ലാഹുവിന്റെ കാരുണ്യം ആവശ്യമുള്ളവരാണ്. അവനിലേക്ക് കൊതിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മൾ, തേടിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ. അവനാണ് നമ്മോട് ഓഫർ പറയുന്നത്. പറയൂ പ്രവാചകരെ, യാ ഇബാദിയല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം, മുഅ്മിനുകളോട് പറയൂ എന്നല്ല, എന്റെ കൽപ്പനയെ ധിക്കരിക്കാത്ത മുത്തഖികളോട് പറയൂ എന്നല്ല, സ്വന്തത്തോട് ധാരാളമായി തെറ്റുകൾ ധാരാളമായി ചെയ്തുകൊണ്ട് സ്വന്തം ദേഹങ്ങളോട് ധാരാളക്കണക്കിന് അതിക്രമങ്ങൾ പ്രവർത്തിച്ച ആളുകളോട് പറയൂ നബിയേ, ലാ തഖ്നതൂ മിർ റഹ്മത്തില്ലാഹ്. റമദാൻ ശഹ്റുർ റഹ്മ, കാരുണ്യത്തിന്റെ മാസത്തിൽ അവതീർണമായ കാരുണ്യത്തിന്റെ ഗ്രന്ഥത്തിൽ അല്ലാഹു പറയുന്നു, എന്റെ അടിമകളോട് പറയൂ, ലാ തഖ്നതൂ, നിങ്ങൾ നിരാശപ്പെടരുതെന്ന്, നിങ്ങൾ ആശമുറിഞ്ഞു പോകരുത്, മിർ റഹ്മത്തില്ലാഹ്, അല്ലാഹുവിന്റെ കാരുണ്യത്തിൽ നിന്ന് ആശമുറിഞ്ഞു പോകരുതേ. പ്രവാചകൻ ഇങ്ങനെ ധാരാളക്കണക്കിന് മഹത്വങ്ങൾ ഉണ്ടായിരുന്ന മഹാനായ ആ പ്രവാചകനോട് അല്ലാഹു പറഞ്ഞു, ഇബ്രാഹിം, നീ കൽപ്പനകൾക്ക് കീഴൊതുങ്ങണം, നീ കൽപ്പനകൾക്ക് കൃത്യമായി കീഴൊതുങ്ങണം എന്ന് പറഞ്ഞപ്പോൾ മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു, സർവലോക പരിപാലകനായ അല്ലാഹുവിന് ഞാനിതാ എന്നെ സമ്പൂർണമായും സമർപ്പിച്ചിരിക്കുന്നു. സഹോദരങ്ങളെ, അത് പറയാൻ നമ്മുടെ കൂട്ടത്തിൽ എത്ര പേർക്ക് സാധിക്കും? ഈ ഈദിന്റെ സുദിനത്തിൽ അതുപോലെ തന്നെ വിഗ്രഹങ്ങളെ നിർമ്മിച്ച് ആ വിഗ്രഹങ്ങൾ സമൂഹത്തിന്റെ മുമ്പിൽ കൊണ്ടുപോയി ഹോൾസെയിൽ വ്യാപാരം നടത്തി ശിർക്കിന്റെ പ്രചാരണത്തിന് വേണ്ടി ഊണും ഉറക്കവുമില്ലാതെ അധ്വാനിച്ച് നടന്ന فلهذا السر أدعو في يساري وعساري أنا عبد صار فخري ضمن فقري واضطرار قد كفاني علم ربي من سؤالي واختيار. നമ്മൾ അല്ലാഹുവിനോട് കെഞ്ചും, റബ്ബിർജിഊൻ 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 ലഅല്ലി അഅമലു സാലിഹൻ ഫീമാ തറക്തു. ഇങ്ങോട്ട് പുറപ്പെട്ട പല ആളുകളെയും തടയാൻ ശ്രമിച്ച പല കുബുദ്ധികളുമുണ്ട്. പക്ഷേ എനിക്ക് എന്റെ പ്രിയപ്പെട്ടവരോട് ഓർമ്മപ്പെടുത്താനുള്ളത്, നിങ്ങൾ എവിടെയായിരുന്നാലും അല്ലാഹു നിങ്ങളുടെ കൂടെയുണ്ട്. അതാണ് നിങ്ങളുടെ കൂടെ തന്നെയുള്ള സ്മാർട്ട് ഫോണുകളെ അരുതാത്ത പോണോഗ്രാഫിയുടെ മേഖലകളിലേക്ക് നിങ്ങളുടെ വിരലുകൾ ചലിപ്പിക്കാണ് പലർക്കും അത് ഒഴിവാക്കാമെന്നൊരു തോന്നൽ വരാറുള്ളത്. അതുകൊണ്ട് റബ്ബ് പറയുകയാണ്, ഉപയോഗിച്ച് പഴകിപ്പോയി, ഇനി ഇതൊരൽപ്പമൊന്ന് മാറ്റിവെക്കേണ്ട ഘട്ടമായി എന്ന് തോന്നുന്ന ഒരു ഘട്ടമാണ് നമ്മുടെ മാതാപിതാക്കൾക്ക് ജരാനിരകൾ ബാധിച്ച് പ്രായാധിക്യത്തിൽ അവർ എത്തുന്ന ഘട്ടം. വിശുദ്ധ ഖുർആൻ കരുണ കാണിക്കാൻ തെരഞ്ഞെടുത്ത ആ പരമപ്രധാനമായ സമയം മറ്റ് സമയങ്ങളിൽ നമ്മൾ എന്റെ കാര്യത്തിലെ ആദ്യത്തെ മുശാവറ അംഗം എന്റെ പ്രിയപ്പെട്ട മാതാപിതാക്കളായിരിക്കുമെന്നൊരു തീരുമാനമെടുത്ത് ഏത് കാര്യത്തിലും നമ്മുടെ മാതാപിതാക്കളോടുള്ള ബന്ധം عبر الانترنت ويبين الشريعة والإسلام للناس، يبث الفتاوى والتعليم والتثقيف والقرآن الكريم وعلوم الشريعة، ويبصر الناس بأمور دينهم ويدلهم على الطريق المنورة، وصاحب كتاب الفرائض الذي تم تدريسه في جامعات المملكة. ശബ്ദങ്ങളുടെ മഹാപ്രളയത്തിന് നടുവിലാണ് മനുഷ്യൻ. എങ്ങും ആക്രോശങ്ങൾ, അലർച്ചകൾ,
അട്ടഹാസം.